നമ്മളിൽ പലരും പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ലൊരു വാർത്ത കേൾക്കാനായി, അല്ലെങ്കിൽ ആ ദിവസം മുഴുവൻ സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരിക്കാൻ. അതിനായി നമ്മൾ പല വഴികളും നോക്കാറുണ്ട്. ജ്യോതിഷം നോക്കാറുണ്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള പൂജകൾ ചെയ്യാറുണ്ട്. എന്നാൽ ഇതിനെല്ലാം ഉപരിയായി ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പിന്നെ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. വിഷ്ണു ഭഗവാനെയോ ഭഗവാന്റെ അവതാരങ്ങളെയോ ആരാധിക്കുന്ന ഒരു ഭക്തന്റെ ആത്മാവ് മരണാനന്തരം വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്ന് മഹാവിഷ്ണുവിൽ ലയിച്ച് മോക്ഷം പ്രാപിക്കുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. ഭഗവാന്റെ പ്രീതിയും അനുഗ്രഹവും ലഭിക്കുന്നതിനായി നമ്മൾ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അത്തരത്തിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ജപിക്കേണ്ട അതിശക്തമായ ഒരു നാമമുണ്ട്. ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നതിന് നിങ്ങൾ പ്രത്യേക നിഷ്ഠകളോ വ്രതങ്ങളോ ഒന്നും അനുഷ്ഠിക്കേണ്ടതില്ല എന്നും ഓർക്കുക. രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ കിടപ്പുമുറിയിൽ കട്ടിലിരുന്നുകൊണ്ട് ഈ ഒരു നാമം ഒരു തവണ പറഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ. ഇങ്ങനെ ചെയ്ത് പിറ്റേ ദിവസം നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം വളരെ വലുതായിരിക്കും. ഇത് എത്ര തവണ ജപിക്കണം എന്നതിൽ കണക്കുകളൊന്നുമില്ല. ഭക്തിയാണ് പ്രധാനം. എല്ലാ ദിവസവും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി ഇത് ജപിക്കുന്നത് ശീലമാക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ശുദ്ധിയാണ്. എപ്പോഴും നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി കൈയും കാലും മുഖവും കഴുകിയതിനു ശേഷം മാത്രമേ കിടന്നുറങ്ങാൻ പാടുള്ളൂ. പകൽ മുഴുവൻ നമ്മൾ പലയിടങ്ങളിൽ സഞ്ചരിച്ചവരും പല ജോലികൾ ചെയ്തവരുമായിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അഴുക്കുകൾ ഉണ്ടാകാം. അതിലുപരി നമ്മുടെ മനസ്സിലും പലതരത്തിലുള്ള ചിന്തകളുടെ ഭാരമുണ്ടാകാം. കൈയും കാലും മുഖവും കഴുകുമ്പോൾ ശാരീരികമായ ശുദ്ധി മാത്രമല്ല ലഭിക്കുന്നത്, അതൊരു ഉന്മേഷം നൽകുകയും ഉറങ്ങുന്നതിന് മുൻപ് മനസ്സിന് ഒരു തെളിച്ചം നൽകുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ കൈയും കാലും മുഖവും കഴുകി വന്നതിന് ശേഷം കിടക്കയിലിരുന്നു കൊണ്ട് ഈ ഒരു നാമം ജപിക്കണം. ഇത് ആർക്കും ജപിക്കാവുന്ന ലളിതമായ ഒരു നാമമാണിത്. ഇത് മനസ്സിൽ ഉരുവിടുകയോ അല്ലെങ്കിൽ ഉച്ചത്തിൽ പറയുകയോ ചെയ്യാം. ഉച്ചത്തിൽ ചൊല്ലുമ്പോൾ അത് നമ്മുടെ കാതുകളിലൂടെ കേട്ട് മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. മനസ്സിൽ ചൊല്ലുമ്പോൾ അത് ധ്യാനത്തിന് തുല്യമാകുന്നു. ഭഗവാൻ മഹാവിഷ്ണു പരിപാലനത്തിന്റെ സംരക്ഷണത്തിന്റെയും ദൈവമാണ്. ഈ ലോകത്തെ മുഴുവൻ കാത്തു സംരക്ഷിക്കുന്നത് ഭഗവാനാണ്. അതുപോലെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതും നമുക്ക് അന്ത്യകാലത്ത് മോക്ഷം നൽകുന്നതുമെല്ലാം ഭഗവാനാണ്. നമ്മൾ നിത്യവും ജപിക്കാറുള്ള ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അതിശ്രേഷ്ഠമായ മൂലമന്ത്രങ്ങളെക്കുറിച്ച് ആദ്യം പറയാം. ഓം നമോ നാരായണ എന്ന അഷ്ടാക്ഷര മന്ത്രവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രവും വളരെ ശക്തിയുള്ളതാണ്. 12 അക്ഷരമുള്ള ദ്വാദശാക്ഷര മന്ത്രം ലളിതമായ സംസ്കൃത പദവാക്യമാണ്. സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ ഗുരുവായൂരമ്പല നടയിൽ ഭഗവാന്റെ ദ്വാദശാക്ഷര മന്ത്രം എഴുതിയിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈശ്വരൻ തന്നോടുകൂടെയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന മഹാമന്ത്രം കൂടിയാണ് ഈ ദ്വാദശാക്ഷരി മന്ത്രം. 12 അക്ഷരങ്ങൾ അടങ്ങിയ ഈ ദ്വാദശാക്ഷര മന്ത്രത്തിലെ ഓരോ അക്ഷരവും ഭഗവാന്റെ ഓരോ നാമങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. കേശവാദി നാമങ്ങൾ എന്നാണ് ഇതിനെ പറയുന്നത്. ഈ നാമങ്ങൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ്. ഈ 12 നാമങ്ങൾ ഇങ്ങനെയാണ്: കേശവൻ, നാരായണൻ, മാധവൻ, ഗോവിന്ദൻ, വിഷ്ണു, മധുസൂദനൻ, ത്രിവിക്രമൻ, വാമനൻ, ശ്രീധരൻ, ഋഷികേശൻ, പത്മനാഭൻ, ദാമോദരൻ എന്നീ 12 നാമങ്ങളാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഭഗവാന്റെ മൂലമന്ത്രങ്ങൾ ജപിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഈ 12 നാമങ്ങൾ ജപിക്കുന്നതും. ഭഗവാന്റെ ശ്രേഷ്ഠമായ ഈ നാമങ്ങൾ നിത്യവും ഭക്തിയോടുകൂടി ജപിക്കുന്നതിലൂടെ നമുക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള ഗ്രഹപ്പിഴ ദോഷങ്ങൾ അകലുകയും രോഗങ്ങൾ ശമിക്കുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ ജാതകവശാൽ അനുഭവിക്കുന്ന ദോഷങ്ങൾക്ക് പരിഹാരമായിട്ടാണ് വിഷ്ണുഭജനം നിർദ്ദേശിക്കാറുള്ളത്. പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മാറാരോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ നാമം ജപിച്ചിട്ട് കിടന്നുറങ്ങാൻ അവരോട് പറയുക. രോഗങ്ങൾ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും തളർത്താറുണ്ട്. അത്തരം അവസരങ്ങളിൽ ഔഷധ സേവയേക്കാൾ ഫലം ചെയ്യുന്നത് ഈശ്വര സേവയാണ്. അതല്ല, ഇനി പലതരത്തിലുള്ള രോഗകാരണങ്ങളാലും മാനസിക വിഷമങ്ങളാലും രാത്രിയിൽ അല്പം പോലും ഉറക്കം ലഭിക്കുന്നില്ല എങ്കിൽ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഈ നാമം ജപിച്ചിട്ട് കിടക്കുക. ഉറക്കമില്ലായ്മ എന്നത് ഇന്ന് പലരെയും അലട്ടുന്ന വലിയൊരു പ്രശ്നമാണ്. മനസ്സ് ശാന്തമല്ലെങ്കിൽ ഉറക്കം വരില്ല. എന്നാൽ ഭഗവാനിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ നാമങ്ങൾ ജപിച്ചാൽ മനസ്സ് ശാന്തമാകും. ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളെ അലട്ടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കും മാനസിക പ്രശ്നങ്ങൾക്കും പരിഹാരം ഭഗവാൻ കണ്ടെത്തിത്തരും. ഭഗവാൻ ഭക്തവത്സലനാണ്. വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തുന്ന ദൈവമാണ്. അപ്പോൾ മറക്കാതെ ഈ നാമം ജപിച്ചിട്ട് കിടന്നുറങ്ങുക. ഇനി ഈ നാമം എങ്ങനെയാണ് കൃത്യമായി ജപിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞതുപോലെ കിടക്കാൻ പോകുന്നതിന് മുമ്പ് കൈയും കാലും മുഖവും കഴുകി ശുദ്ധിയായി വന്നതിനു ശേഷം കിടക്കയിലിരുന്നു കൊണ്ട് ഭഗവാന്റെ ആ രൂപം മനസ്സിൽ സങ്കല്പിക്കുക. ശംഖും ചക്രവും ഗദയും പദ്മവും ധരിച്ച ചതുർബാഹുവായ മഞ്ഞപ്പട്ടുടുത്ത തുളസിമാല അണിഞ്ഞ ഭഗവാന്റെ ആ തേജസ്സുള്ള രൂപം കണ്ണടച്ചുകൊണ്ട് മനസ്സിൽ കാണുക. എന്നിട്ട് ഭക്തിയോടെ ആദ്യം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രം ജപിക്കണം. അതിനുശേഷം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ വിശിഷ്ടമായ ദ്വാദശനാമം അഥവാ 12 നാമങ്ങൾ ജപിക്കണം. ആ നാമങ്ങൾ ജപിക്കേണ്ട രീതി ഇതാണ്: ഓം കേശവായ നമ, ഓം നാരായണായ നമ, ഓം മാധവായ നമ, ഓം ഗോവിന്ദായ നമ, ഓം വിഷ്ണുവേ നമ, ഓം മധുസൂദനായ നമ, ഓം ത്രിവിക്രമായ നമ, ഓം വാമനായ നമ, ഓം ശ്രീധരായ നമ, ഓം ഋഷികേശായ നമ, ഓം പത്മനാഭായ നമ, ഓം പത്മനാഭായ നമ, ഓം ദാമോദരായ നമ, ഓം ദാമോദരായ നമ. ഈ നാമങ്ങൾ ഓരോന്നും ചെല്ലുമ്പോൾ അതിന് വലിയ അർത്ഥതലങ്ങളുണ്ട്. കേശവൻ എന്ന് ജപിക്കുമ്പോൾ ക്ലേശങ്ങളെ അകറ്റുന്നവൻ എന്ന ബോധം നമുക്കുണ്ടാകണം. ഗോവിന്ദ എന്ന് വിളിക്കുമ്പോൾ
നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവനെന്നും പശുക്കളെ പാലിക്കുന്നവനെന്നും അർത്ഥമുണ്ട്. ദാമോദരൻ എന്നത് ഭഗവാൻ കൃഷ്ണന്റെ ബാലലീലകളെ ഓർമ്മിപ്പിക്കുന്ന നാമമാണ്. ഇങ്ങനെ ഓരോ നാമത്തിനും അതിൻ്റെതായ ശക്തിയുണ്ട്. ഈ നാമങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരു പേപ്പറിൽ എഴുതി എടുത്തു വെച്ചതിന് ശേഷം രാത്രിയിൽ കിടക്കാൻ പോകുമ്പോൾ ഇതെടുത്ത് വായിച്ചാലും മതി. അതല്ല എങ്കിൽ കുറച്ചു ദിവസം കൊണ്ട് ഇത് മനഃപ്പാഠമാക്കിയ ശേഷം പറഞ്ഞാലും മതി. തുടക്കത്തിൽ നോക്കി വായിച്ചാലും ഭഗവാൻ അത് സ്വീകരിക്കും. കാരണം ഭഗവാന് വേണ്ടത് നമ്മുടെ അറിവല്ല, നമ്മുടെ ഉള്ളിലെ ഭക്തിയാണ്. ഈ ഒരു നാമജപത്തിന്റെ ശക്തി വാക്കുകളിലൂടെ പറഞ്ഞാൽ തീരുന്നതല്ല. നിങ്ങൾ ഇത് ജപിച്ച് അതിന്റെ ഫലം സ്വയം അനുഭവിച്ച് മനസ്സിലാക്കുക. പലരും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് വലയുന്നവരാകാം, കടബാധ്യതകൾ കൊണ്ടോ അല്ലെങ്കിൽ വരുമാനത്തിൽ തടസ്സങ്ങൾ നേരിടുന്നവരോ ആകാം. നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കുമെല്ലാം ഈ ഒരു നാമജപം ഗുണകരമായി മാറും. ലക്ഷ്മി ദേവിയുടെ ഭർത്താവാണ് വിഷ്ണു ഭഗവാൻ. അതുകൊണ്ട് വിഷ്ണുവിനെ ഭജിക്കുന്നിടത്ത് ലക്ഷ്മി സാന്നിധ്യമുണ്ടാകും. അത് ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരും. അതുപോലെ നിങ്ങൾ ജീവിതത്തിൽ നേരിടുന്ന തടസ്സങ്ങളെല്ലാം മാറാനുള്ള ഒരേ ഒരു മാർഗമാണ് ഈ ഒരു നാമജപം. കാര്യതടസ്സം നേരിടുന്നവർക്ക് മുന്നോട്ടുള്ള വഴി തെളിയാൻ ഈ നാമങ്ങൾ വഴികാട്ടിയാകും. ഈ നാമം രാത്രിയിൽ കിടക്കാൻ പോകുമ്പോൾ മാത്രമേ ജപിക്കാവൂ എന്ന് നിർബന്ധമില്ല. അങ്ങനെയൊന്നുമില്ല. രാവിലെയും വൈകുന്നേരവും സന്ധ്യാസമയത്ത് നിലവിളക്ക് കത്തിച്ചു വെച്ചതിന് ശേഷം ഈ നാമം 12 തവണയെങ്കിലും ജപിക്കുന്നത് വളരെ നല്ലതാണ്. സന്ധ്യാസമയത്തെ നാമജപം വീടിന് ഐശ്വര്യമാണ്. നിങ്ങളുടെ സമയമനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ജപിക്കാം. യാത്ര ചെയ്യുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ ഒക്കെ മനസ്സിനുള്ളിൽ ഈ നാമങ്ങൾ ഉരുവിടാം. എത്ര തവണ വേണമെങ്കിലും ഈ മന്ത്രം ജപിക്കാം. എങ്കിലും രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും ഈ നാമം പറഞ്ഞിട്ട് കിടന്നുറങ്ങിയാൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഫലം തരുന്ന ഒരു നാമജപമാണ് ഇത്. ഉറക്കം എന്നത് ഒരു ചെറിയ മരണം പോലെയാണ് എന്ന് പറയാറുണ്ട്. ആ സമയത്ത് നമ്മുടെ ബോധമനസ്സ് ഉറങ്ങുകയും ഉപബോധ മനസ്സ് ഉണർന്നിരിക്കുകയും ചെയ്യും. ആ സമയത്ത് നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിൽ പതിയുകയും അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ് നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും നാമജപം നടത്താനും പറയുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് നല്ലത് മാത്രമേ വരൂ എന്ന വിശ്വാസത്തോടെ എഴുന്നേൽക്കാൻ ഈ നാമജപം നിങ്ങളെ സഹായിക്കും. ഭഗവാൻ വിഷ്ണുവിന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം മതി നമ്മുടെ ജീവിതത്തിലെ ഏത് വലിയ പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ. അതുകൊണ്ട് ഇന്ന് രാത്രി മുതൽ തന്നെ ഈ ശീലം തുടങ്ങുക. കിടക്കുന്നതിന് മുൻപ് ശുദ്ധിയായി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ആ 12 നാമങ്ങൾ ചൊല്ലി ഉറങ്ങുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറാനും ഐശ്വര്യം വരാനും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്.